യുഎസും ഇസ്രായേലും ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഇറാൻ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഭീഷണിപ്പെടുത്തുന്നവരെ പോലെ പെരുമാറിയെന്ന് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുള്ള ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നടപടിയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ എക്സിൽ പോസ്റ്റ് ചെയ്തു. മാർച്ച് 2-നാണ് തന്റെ എക്സ് അക്കൗണ്ടിലേക്ക് ജാവേദ് അതിനെക്കുറിച്ച് എഴുതിയത്. ഈ പ്രാവശ്യം ട്രംപും ഇസ്രായേലും കൈകോർത്ത് കളിച്ചുവെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ധീരതയിൽ നിന്നും രക്ഷപ്പെടാനും ഇറാനെ ഇറാഖിലേക്ക് നയിക്കാനും അവരെ അനുവദിച്ചാൽ ചൈനയ്ക്ക് ലോകത്ത് അവരുടെ മൊത്തം വിശ്വാസ്യത നഷ്ടപ്പെടും. എല്ലാ ഭീഷണിപ്പെടുത്തുന്നവരെയും പോലെ നെതന്യാഹുവും ട്രംപും മറ്റുള്ളവരെ എതിർത്ത് നിർത്തി. ഒടുവിൽ നിർണായകമായ രീതിയിൽ പ്രതികരിക്കുക എന്നല്ലാതെ മറ്റു മാർഗം അവശേഷിപ്പിച്ചിട്ടില്ല. ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഏകോപിത ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. ആക്രമണങ്ങൾ നിരവധി ഗൾഫ് രാജ്യങ്ങൾ സ്ഫോടനങ്ങൾക്കും അടിയന്തര മുന്നറിയിപ്പുകൾക്കും കാരണമായി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിനും കാരണമായി. അതിനുശേഷം സംഘർഷം വളർന്നു. പ്രതികാര ആക്രമണങ്ങളും മേഖലയിലെ ചില ഭാഗങ്ങളിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഇന്ത്യൻ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ദുബായിൽ കുടുങ്ങി. അക്തറിന്റെ പോസ്റ്റ് പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഓൺലൈനിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്തു. ആഗോള ശക്തി സമവാക്യങ്ങളെക്കുറിച്ചും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ പ്രതികരണത്തിന്റെ സാധ്യതയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകളോട് ചില ഉപയോക്താക്കൾ യോജിച്ചപ്പോൾ മറ്റുള്ളവർ ചൈനയുടെ പങ്കിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചൈനയുമായി ചർച്ച ചെയ്യൂ സാർ, അവരോട് അടിയന്തിരമായി എന്തെങ്കിലും ചെയ്യാൻ പറയൂ എന്നൊരു ഉപയോക്താവ് കമന്റ് ചെയ്തു. ഞാനും നിങ്ങളും അവരോടൊന്നും പറയേണ്ടതില്ല, ഇതാണ് എന്റെ ഊഹം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും അക്തർ മറുപടി നൽകി. ഇന്ത്യൻ സിനിമയിലെ ഒരു ഉന്നത വ്യക്തിത്വമാണ് ജാവേദ് അക്തർ. പതിറ്റാണ്ടുകളായി നിരവധി ഐക്കണിക് സിനിമകൾക്ക് സംഭാവനയും നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞയാഴ്ച US ഇസ്രായേൽ സംയുക്ത സൈനിക നടപടിക്കിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തു. ഞായറാഴ്ച ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിനു ശേഷം UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഇറാൻ പ്രതികാര ആക്രമണം നടത്തി. ഇത് പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി. പശ്ചിമേഷ്യയിലുടനീളം മരണസംഖ്യ വർദ്ധിച്ചു. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 201 പേർ കൊല്ലപ്പെടുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റെഡ് ക്രസന്റ് ഉദ്ധരിച്ച ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു. ഇതിൽ 115 പേർ മിനാബിൽ ഒരു പെൺകുട്ടികളുടെ സ്കൂൾ ലക്ഷ്യമിട്ട് US ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ വളരെ കഠിനമായി പ്രതികരിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. എന്നാൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും അവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ അങ്ങനെ ചെയ്താൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ അവരെ ആക്രമിക്കും. കുവൈറ്റിലെ അബ്ദുള്ള മുബാറക് പ്രദേശത്തെ അമേരിക്കൻ നാവിക താവളത്തിൽ 4 ബാലിസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളും ആക്രമണം നടത്തി. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും US ഉദ്യോഗസ്ഥർക്കിടയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തുവെന്ന് IRGCയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.